ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദി ഒമേഗ ഫയൽ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററിനെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിക്ക് വേണ്ടി ഒരു രഹസ്യ യുദ്ധം നടക്കുന്നുണ്ടെന്നും അതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന പല കാര്യങ്ങളുമാണ് ഈ ഫയലിലുള്ളത്. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങേണ്ടത് തന്നെ ഈ ഡോക്യുമെന്റിന്റെ ആകെത്തുകയെ നിർവചിക്കുന്ന ഒരു സംഭവത്തിൽ നിന്നാണ്. ബാർണി ഹിൽ ഏലിയൻസ് തട്ടിക്കൊണ്ടുപോയെന്ന് അവകാശപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോഴേ നമുക്കൊരു ഞെട്ടലുണ്ടാവും. അദ്ദേഹം പറയുകയാണ്, ആ കൂട്ടത്തിലൊരാൾക്ക് ഭയങ്കര ദുഷ്ടനായൊരു മുഖമായിരുന്നു, കാണാൻ ഒരു ജർമ്മൻ നാസിയെപ്പോലെ. അതെ, അവനൊരു നാസിയാണ്. അയ്യോ, അവന്റെ കണ്ണുകൾ, ആ കണ്ണുകൾ, ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അങ്ങനത്തെ കണ്ണുകൾ കണ്ടിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ ആ വാക്കുകളിലെ ഭയം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന്, അല്ലേ? പക്ഷേ ഈ ഡോക്യുമെന്റ് പറയുന്നത് അങ്ങനെയല്ല. ഇത് ശരിക്കും ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു വലിയ രഹസ്യ കൂട്ടുകെട്ടിന്റെ ഒരു സൂചന മാത്രമായിരുന്നു എന്നാണ്. അതെ, ഒരു അവിശുദ്ധ സഖ്യം, അതാണ് ഈ ഗൂഢാലോചനയുടെ എല്ലാം കേന്ദ്രം. അപ്പോ എന്താണ് ഈ ഗൂഢാലോചനയുടെ കാതൽ, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഒമേഗ ഫയൽ പറയുന്നത് മൂന്ന് വ്യത്യസ്തവും എന്നാൽ ഭയങ്കര പവർഫുളുമായ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു രഹസ്യ ഉടമ്പടിയുണ്ടെന്നാണ്. ആരൊക്കെയാണെന്നല്ലേ? 1, നാസികളുടെ ബാക്കി വന്നവർ. 2, അന്യഗ്രഹജീവികൾ. പിന്നെ മൂന്നാമതായി ലോകത്തിലെ പല ഇന്റലിജൻസ് ഏജൻസികളിലെയും ചില വിമതന്മാർ. ഇവരൊക്കെ ചേർന്നൊരു വൻ സെറ്റപ്പ്. ഈ രഹസ്യ സഖ്യത്തിൽ ആരൊക്കെയാണ് പ്രധാനികളെന്ന് ഈ ഡോക്യുമെന്റ് എടുത്തു പറയുന്നുണ്ട്. കേട്ടോളൂ. ബവേറിയൻ തൂല സൊസൈറ്റി, പിന്നെ റെപ്റ്റിലോയിഡ്സ് എന്നറിയപ്പെടുന്ന ഡ്രാക്കോ ഓറിയോൺ സാമ്രാജ്യത്തിൽ നിന്നുള്ളവർ, നമ്മൾ ഗ്രേസ് എന്ന് വിളിക്കുന്ന സീറ്റ റെറ്റിക്കുലയിൽ നിന്നുള്ള ഏലിയൻസ്, പോരാത്തതിൽ CIA, NSA പോലുള്ള ഏജൻസികളിലെ ചില പ്രത്യേക വിഭാഗങ്ങളും. ഒരു വല്ലാത്ത കോമ്പിനേഷൻ തന്നെ, അല്ലേ? അപ്പോ ഇത്രയും വലിയൊരു സംഖ്യം, ഇവർ എവിടെയിരുന്നാണ് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്? ഇവരാരും കാണാതെ ഭൂമിക്കടിയിൽ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഈ ഫയല് പറയുന്നത്. അതെ, ഒരു രഹസ്യ ഭൂഗർഭ സാമ്രാജ്യം തന്നെ. ഈ ഡോക്യുമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പോലെ 2ാം ലോക മഹായുദ്ധത്തിൽ നാസികൾ പൂർണ്ണമായും തോറ്റിട്ടില്ലത്രേ. പകരം അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡായ പ്രോജക്റ്റുകളെല്ലാം അവർ രഹസ്യമായി വേറൊരിടത്തേക്ക് മാറ്റി. അതായത് 1940കളിൽ നിന്ന് ഇന്നുവരെ ആ അധികാരത്തിനൊരു തുടർച്ചയുണ്ടെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പറയുന്ന ഭൂഗർഭ സാമ്രാജ്യത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്ന് ഈ ഫയലിൽ കൃത്യമായി പറയുന്നുണ്ട്. ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് തന്നെയാണത്. ഉദാഹരണത്തിന് അന്റാർട്ടിക്കയിലെ ന്യൂ ഷ്വാബൻലാൻഡ്, അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലുള്ള ഡൽസി, ന്യൂയോർക്കിലെ മോണ്ടോക്ക്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന നെവാഡയിലെ ഏരിയ 51, ഓസ്ട്രേലിയയിലെ പൈൻ ഗ്യാപ്പ്, എന്തിന് ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ടിന് താഴെ വരെ ഇവർക്ക് കേന്ദ്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഈ കണക്കൊന്ന് കേട്ടുനോക്കൂ. അമേരിക്കയിൽ മാത്രം ഭൂമിക്കടിയിൽ ഏതാണ്ട് 129 സൈനിക താവളങ്ങളുണ്ടെന്നാണ് ഈ ഡോക്യുമെന്റിൽ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അപ്പോൾ ഈ ഒളിഞ്ഞിരിക്കുന്ന നെറ്റ്വർക്കിന്റെ ഒരു വലിപ്പം എന്തായിരിക്കുമെന്ന്. അപ്പോൾ ഈ ബേസുകളൊക്കെ വെറുതെ ഒളിച്ചിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് കരുതരുത്. അല്ല, അവിടെ ഭയങ്കരമായ ചില പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഈ രേഖ പറയുന്നത്. അതിലേറ്റവും കുപ്രസിദ്ധമായ ഒന്നാണ് മോണ്ടോക്ക് പരീക്ഷണങ്ങൾ. എന്തായിരുന്നു അതിന്റെ പിന്നിലെ ലക്ഷ്യം? ഈ മോണ്ടോക്ക് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ സഖ്യത്തിന്റെ ഏറ്റവും അപകടകരമായ ടെക്നോളജികൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഹബ്ബായിരുന്നു. അതായത് മൈൻഡ് കൺട്രോൾ, സൈക്കോളജിക്കൽ വാർഫെയർ, എന്തിന് സമയത്തെയും സ്ഥലത്തെയും വരെ നിയന്ത്രിക്കാനുള്ള പരീക്ഷണങ്ങൾ. ഈ സഖ്യത്തിലെ എല്ലാവരും ചേർന്നായിരുന്നു ഈ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ ഇതിലേറ്റവും ഞെട്ടിക്കുന്ന, ഏറ്റവും ഭീകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പരീക്ഷണങ്ങൾക്ക് ഗിന്നിപ്പന്തികളാക്കിയത് ആയിരക്കണക്കിന് കുട്ടികളെയായിരുന്നു എന്നാണ്. അതും ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത തെരുവിലെ കുട്ടികളെ. അവരെ കാണാതായാൽ ആരും അന്വേഷിക്കാൻ വരില്ലല്ലോ. ശരിക്കും മനസ്സ് മരവിപ്പിക്കുന്നൊരു കാര്യമാണത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തിനാണ് ഇത്രയും ഭീകരമായ, ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടത്തുന്നത്? എന്താണ് ഇവരുടെയൊക്കെ അവസാനത്തെ ലക്ഷ്യം? ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കുക എന്നതാണോ അത്? ഈ ഫയൽ പറയുന്നതനുസരിച്ച് ഉത്തരം അതെ എന്നാണ്. ഇവരുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ: ഓരോ രാജ്യത്തിന്റെയും പരമാധികാരം ഇല്ലാതാക്കുക. എന്നിട്ട് ന്യൂ വേൾഡ് ഓർഡർ എന്ന പേരിൽ ഒരൊറ്റ ലോക ഗവൺമെന്റ് സ്ഥാപിക്കുക. അതിലൂടെ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുക. അതാണ് ഇവരുടെ അൾട്ടിമേറ്റ് ഗോൾ. അപ്പോൾ ഇവരുടെ ഈ പ്ലാനിലെ ഏറ്റവും വലിയ തടസ്സം ആരാണെന്നോ? അമേരിക്ക. അതെ, സ്വാതന്ത്ര്യത്തിന്റെ അവസാനത്തെ കോട്ട എന്നാണ് ഈ ഫയലിൽ അമേരിക്കയെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ അമേരിക്കയാണ് ഇവരുടെ പ്രധാന ടാർഗറ്റ്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇവരുടെ ഇത്രയധികം ബേസുകളും പ്രവർത്തനങ്ങളും അമേരിക്ക കേന്ദ്രീകരിച്ച് നടക്കുന്നതെന്ന്? ഇനിയാണ് കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ യുദ്ധം വെറും ഭൂമിയിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ഈ ഫയൽ പറയുന്നത് ഇത് ശരിക്കും ഗാലക്സികൾ തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിന്റെ ഭാഗം മാത്രമാണെന്നാണ്.
ഭൂമിയിലെ ഈ പോരാട്ടം ആ വലിയ യുദ്ധത്തിലെ ചെറിയൊരു ഭാഗം മാത്രം. നിഴലുകളിൽ നടക്കുന്ന ഒരു പ്രപഞ്ച യുദ്ധം. അപ്പോൾ ഈ ഗാലക്റ്റിക് യുദ്ധത്തിലെ രണ്ട് പ്രധാന ടീമുകളുണ്ട്. ഒന്ന് ഭൂമിയെ കീഴടക്കാൻ ശ്രമിക്കുന്ന ഡ്രാക്കോ ഓറിയോൺ സാമ്രാജ്യം. അവർക്കൊപ്പം നിൽക്കുന്നത് നാസികളുടെയും ഫാസിസ്റ്റുകളുടെയും ബാക്കിയുള്ളവരാണ്. ഇനി മറുഭാഗത്ത് ഭൂമിയെ സംരക്ഷിക്കാൻ നോക്കുന്നവരുണ്ട്. ആൻഡ്രോപ്ലീഡിയൻ ഫെഡറേഷൻ എന്നറിയപ്പെടുന്നവർ. അവർക്ക് പിന്തുണയുമായി US നേവി ഇന്റലിജൻസിലെ ചില വിഭാഗങ്ങളും. ശരിക്കും ഒരു സ്റ്റാർ വാർസ് പോലെ അല്ലേ? അപ്പോൾ ശരിക്കും എന്താണ് ഇതിലെ പ്രധാന പോയിന്റ്? ഭൂമി എന്നത് വെറുതെ ഏതെങ്കിലും ഒരു ഗ്രഹമല്ല. ഈ ഗാലക്സിയുടെ ഈ ഒരു ഭാഗം മുഴുവൻ കൺട്രോൾ ചെയ്യാനുള്ള താക്കോല് അതാണ് ഭൂമി. ഈ വലിയൊരു പ്രപഞ്ച യുദ്ധത്തിന്റെ, ഈ അധികാര വടംവലിയുടെ നടുക്കാണ് നമ്മൾ മനുഷ്യർ ജീവിക്കുന്നത് എന്നാണ് ഈ ഫയൽ പറയുന്നത്. അപ്പോൾ ഇത്രയും വലുതും സങ്കീർണവുമായൊരു ഗൂഢാലോചനയെക്കുറിച്ച് വിവരിച്ച ശേഷം ഈ ഫയലിന്റെ രചയിതാവ് നമ്മളോട് അവസാനമായി എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ കേട്ട് നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്യുമെന്റ് ഒരു നിഗമനത്തിലെത്തുന്നില്ല. പകരം അതൊരു വെല്ലുവിളി നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ആകാശം ഇടിഞ്ഞു വീണാലും വേണ്ടില്ല, സത്യം പുറത്തുവരണം. എന്ത് സംഭവിച്ചാലും ആ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ നേരിടണം എന്നൊരു ആഹ്വാനത്തോടെയാണിത് അവസാനിക്കുന്നത്. ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നൊരു വെല്ലുവിളിയാണിത്.